സത്യം പറയുകയാണെങ്കിൽ ഞാനൊരു അതിജീവിതയാണ്. കാരണം പെട്ടെന്ന് അവർക്കതിൽ അടി കിട്ടിയ പോലെ ഇങ്ങനെ ഒരു കേസ് വന്ന സമയത്ത് ജേട്ടന്റെ സൈഡിൽ അച്ഛനോ അമ്മയോ കൂടപ്പിറപ്പുകളോ ആരും ഇല്ല. ഞാനാണെങ്കിലും ഇങ്ങനെ കൂടെ നടക്കുക എന്നല്ലാതെ പുറംലോകമായിട്ട് വലിയ ബന്ധങ്ങളും കാര്യങ്ങളും ഇല്ലാത്ത ഒരാളാണ്. പക്ഷേ എനിക്ക് ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ, ആണുങ്ങളെ വിശ്വസിക്കാം, പക്ഷെ പെണ്ണുങ്ങളെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. കുറച്ച് സ്ത്രീകളെ, കാരണം കുറച്ച് ഫ്രണ്ട്സൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ സ്ത്രീകളുടെ ഭാഗത്തു നിന്നാണ് ഭയങ്കരമായിട്ട് പണി കിട്ടിയിട്ടുള്ളത്. ഒരിക്കലും സ്ത്രീകളെ വിശ്വസിക്കരുത് എന്നാണ് ഞാൻ ഈ കേസ് വന്നപ്പോൾ പഠിച്ചിട്ടുള്ളത്. ചില സ്ത്രീകൾ അതാണ് കുറച്ച് സ്ത്രീകൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ ഒരാൾ ദിലീപേട്ടനെ അല്ലെ സിദ്ദിഖേട്ടൻ ഇതുപോലെ തെറി വിളിക്കുക, ഇവരും പറയുന്ന സ്ത്രീത്വം ആ വാക്ക് ഉച്ചരിക്കാൻ പോലും യോഗ്യത ഇല്ലാത്ത ആൾക്കാർ. കാരണം കമന്റ്സിൽ വരുന്ന തെറികൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പൊ ഈ ഒരു ഇഷ്യൂ വന്നു, മഞ്ജു ചേച്ചിക്ക് സപ്പോർട്ട് ചെയ്തൊരു സംഭവം ഇട്ട് എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ അവരുടെ അടുത്ത് മാന്യമായിട്ട് സംസാരിച്ചു. പക്ഷെ അവരാണ് തെറി പറഞ്ഞതും കാര്യങ്ങളും. അപ്പം എനിക്ക് സ്ത്രീകളുടെ അടുത്താണ് പറയാനുള്ളത്, എന്തെങ്കിലും ഒരു ദേഷ്യം വരുമ്പോഴത്തേക്ക് ആണുങ്ങൾ ജയിലിൽ അടയ്ക്കാൻ വേണ്ടി ഇങ്ങനെ കള്ളക്കേസ് കൊടുക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം. അവർക്ക് ഫാമിലി ഉണ്ട്. ഒരിക്കലും ഞങ്ങൾ ആത്മഹത്യ ചെയ്യില്ല എങ്ങനെയെങ്കിലും, കാരണം സത്യം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും തിരിച്ചു വരും. ചേട്ടാ ശക്തമായിട്ട്, കാരണം ചേട്ടൻ ഇത് ചെയ്തിട്ടില്ല, ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ആളിനാണ്.